അരുണാചൽ പ്രദേശിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ചൈനീസ് കടന്നുകയറ്റം ശക്തമാകുന്നുവെന്ന ആരോപണവുമായി പ്രാദേശിക ഗോത്രവർഗ സംഘടന രംഗത്തെത്തിയത് വടക്കുകിഴക്കൻ അതിർത്തികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പർ സുബൻസിരി ജില്ലയിൽ തക്സ്ലിംഗ് മേഖലയിൽ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ഓരോ ദിവസവും ഇന്ത്യയുടെ പരമ്പരാഗത ഭൂമി കയ്യേറുകയാണെന്ന് പ്രാദേശിക നാ വെൽഫെയർ സൊസൈറ്റി ആരോപിക്കുന്നുണ്ട്. നാ ഗോത്ര വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന നാ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് കേരു ചാഡർ അപ്പർ സുബൻസിരി ഡെപ്യൂട്ടി കമ്മീഷണർക്ക് സമർപ്പിച്ച നിവേദനത്തിലാണ് ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 മുതൽ 15 വർഷത്തോളമായി തക്സ്ലിംഗ് മേഖലയിൽ ചൈനീസ് സൈനികരുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും വിപുലമായിക്കൊണ്ടിരിക്കുകയാണെന്നും 2020 ശേഷം ഈ കടന്നുകയറ്റത്തിന്റെ വേഗത ക്രമാതീതമായി വർദ്ധിച്ചുവെന്നും സംഘടന നിവേദനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പരമ്പരാഗതമായി ഇന്ത്യയുടെ അധീനതയിലായിരുന്ന 5 പ്രധാനപ്പെട്ട മേഖലകൾ ഇപ്പോൾ ചൈനീസ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായെന്ന് സംഘടന ചൂണ്ടിക്കാണിക്കുന്നു. അസാഫില മേഖലയിലെ ഓയിങ്, ചുചാർത്തെ മേഖലയിലെ പനിയാർ, മാർപാൻ, പോട്രാങ് തടാക പ്രദേശം, ടിൻഡിൻതാങ് എന്നീ പ്രദേശങ്ങളാണ് ചൈന കയ്യേറിയതായി പറയുന്നത്. ഇവയിൽ ചില പ്രദേശങ്ങൾ പ്രദേശവാസികളുടെ പരമ്പരാഗത തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടിയാണ്. ഈ അതിർത്തി മേഖലകളിൽ ചൈന സൈനിക ക്യാമ്പുകളും ഗതാഗത സൗകര്യങ്ങളും വലിയ തോതിൽ വികസിപ്പിച്ചതായും ഗോത്ര സംഘടന ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ റോഡുകളും പാലങ്ങളും തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളും നിർമ്മിച്ച് ചൈനീസ് സേന തങ്ങളുടെ അധിനിവേശം ഉറപ്പിക്കുകയാണെന്നും അതിർത്തി അതിവേഗം തങ്ങളുടേതാക്കി മാറ്റാനുള്ള ചൈനീസ് തന്ത്രത്തിന്റെ ഭാഗമാണിതെന്നും നിവേദനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തലമുറകളായി ഗോത്രവർഗക്കാർ വേട്ടയാടലിനും കന്നുകാലി മേച്ചിലിനും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനുമായി ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത ഭൂമിയാണ് ചൈനീസ് സൈന്യത്തിന്റെ കയ്യേറ്റത്താൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അധിനിവേശത്തെ തുടർന്ന് പ്രദേശവാസികൾക്ക് കന്നുകാലികളെ മേയ്ക്കാൻ കൊണ്ടുപോകാനോ വനവിഭവങ്ങൾ ശേഖരിക്കാനോ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് നാ വെൽഫെയർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി താച്ചെ ചാഡർ പറഞ്ഞു. ഭാരതീയ സൈന്യത്തിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും വർഷങ്ങളായി അവർ അതിർത്തി കാക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്ന ഗോത്ര സംഘടന എന്നാൽ ചൈനയുടെ നീക്കങ്ങളുടെ വേഗതയും വ്യാപ്തിയും വച്ചു നോക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത കൈവരേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ ഭൂമി ഓരോ ഇഞ്ചായി ചൈന തട്ടിയെടുക്കുമ്പോൾ നിശബ്ദരായിരിക്കാൻ കഴിയില്ല എന്ന് സംഘടന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഗോത്രവർഗ സംഘടനയുടെ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചത്. അരുണാചൽ പ്രദേശിൽ സമീപകാലത്ത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി യാതൊരുവിധ കയ്യേറ്റങ്ങളും നടത്തിയിട്ടില്ലെന്നും സൈനിക ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും കരസേന വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്നാണ് സൈന്യത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് പ്രതികരിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ത്യ അതിർത്തി വികസനത്തിൽ വൈകിയാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് വ്യക്തമാക്കി.